ഹംസ, ഇത് അന്ന് കണ്ട കള്ളൂടിയനല്ലേ? അതുകൊണ്ടെന്താ? അല്ല, വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പാന്റിനും ഷർട്ടിനും കാര്യമല്ലേ, വാന്ന്. ടൈലറെ, പെട്ടെന്ന് വേണം, അരമണിക്കൂറിനാൻ വേണം. എന്ത്? ഒരു കാക്കി പാന്റും ഷർട്ടും. എപ്പോ കൊടുത്തതാ? ഇല്ല, കൊടുത്തില്ല. ഇപ്പൊ കാശ് തരും. നിങ്ങൾ തുണി എടുത്ത് തുന്നി തരണം. എന്താന്നറിയാ, തീരെ സമയമില്ല, അതുകൊണ്ടാ. ഓ, അതുകൊണ്ടല്ലേ? തുണി എടുക്കണം, അളവെടുക്കണം, തയ്ക്കണം, അരമണിക്കൂർ കൊണ്ട് തരിയും വേണം. ഓ, അതെന്നെ കൊണ്ട് പറ്റൂല. വേറെ ആരെങ്കിലും നോക്കാം. ശരിയാണ്, സമയം പിടിക്കും. അല്ല, ബ്രേക്ക് ഇൻസ്പെക്ടർ അയാൾ നേരം പിടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി ഇന്ന് അയാൾ പിടിക്കോ? ഇല്ലേ? ഒരു ദിവസം ഒരു നേരം. കുഴപ്പമില്ലല്ലോ. എന്നാലേ ഈ ലാസ്റ്റ് ട്രിപ്പിന് വരുമ്പോ തരാം. രാത്രിയില് നോക്കട്ടെ. നോക്കണ്ട, തന്നാ മതി. എന്നാലേ അളവെടുക്കാം. ഓ, ചാക്ക് പതുക്കിട്ടാ, വണ്ടിക്കകത്ത് ആളുള്ളതാ. പഴയ പലകയാ. തലയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചേ. ചെട്ടിക്കാവിൽ എപ്പോഴാ എത്താന്നൊന്നും പറയാൻ പറ്റില്ല. എത്തിയാ എത്തി. അങ്ങോട്ട് ചെല്ലേ മുതലാളി. എന്താ ഇവിടെ? ഞാൻ വിചാരിച്ചു അവിടെ. മനസ്സിലായില്ലേ, നമ്മുടെ ബസ് കെട്ടി അന്ന് ആശുപത്രിയില്. എന്തായി, കാല് പോയോ? അയ്യോ, കാലൊന്നും പോയിട്ടില്ല. ഫലത്തിൽ മുഴുവനായിട്ടും പോയി. പ്രസിൽ എനിക്ക് ഇനി ഒരിക്കലും ജോലി കിട്ടില്ലെന്ന് ഉറപ്പായി. നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. അത് പിന്നീട് ഒരിക്കലാകാം. അറിഞ്ഞില്ലേ എന്റെ 50,000 രൂപ കണ്ടക്ടർ കട്ടോണ്ടുപോയ കാര്യം? 50,000 രൂപ? അതെ ഹംസേ, 50,000 രൂപ. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ കണ്ടക്ടർ. സത്യം പറഞ്ഞാൽ അതിൽ 25,000 രൂപ കുട്ടിക്ക് തരണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്ത് ചെയ്യാൻ കുട്ടി? കുട്ടിക്ക് അതിനുള്ള യോഗം ഇല്ലല്ലോ. നുണ പറഞ്ഞ് ഒഴിവാക്കണ്ട. എന്റെ അപ്പച്ചിയുടെ മകളുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ചുരുങ്ങിയത് ഒരു 2 പവനെങ്കിലും കൊടുക്കണം. പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ? നടക്കാനൊക്കാത്ത ഞാൻ എന്ത് ചെയ്യും? ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയോ മറ്റോ തുടങ്ങാനാ. അതാവുമ്പോ നടക്കണ്ടല്ലോ, ക്യാഷിലിരുന്നാ മതി. ഞാൻ ജംഗ്ഷനിൽ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ തുണിക്കട മാത്രമാക്കണ്ട. അതിന്റെ അടുത്തൊരു സിനിമാളും തൊട്ടടുത്തൊരു പെട്രോൾ പമ്പും ഇവിടെ എവിടെങ്കിലും ഒരു 100-300 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി തന്ന വീട്ടിൽ തന്നെ ഇരുന്നാ മതിയല്ലോ. കടയിലും പോകണ്ട. നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. അതെയോ? എന്റെ കുടുംബത്തിന്റെയും സകല കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് എന്റെ അടുത്ത് വാക്ക് തന്ന മനുഷ്യനോടാ. അതെ അതെ, കുട്ടി ഒരു ദുർബല നിമിഷത്തിൽ. ബസ് പുറപ്പെടാറായി. പ്ലീസ്, നാളെ വരൂ. എപ്പോഴും അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. ശരി, തൽക്കാലം ഇത് വെച്ചോളൂ. നാളെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ. നിർത്തണ്ട, വിട്ടോ വിട്ടോ. കട അടയ്ക്കല്ലേ മോനെ. ബസ് വന്നത് കണ്ടില്ലേ? ഞാൻ എന്റെ പാന്റ് ഷർട്ടും തയ്ക്കാൻ കൊടുത്തിരുന്നു, അതിങ്ങെടുത്താ. അല്ല സാർ, അത് തയ്ച്ചോണ്ട് ഞാൻ അച്ഛന്റെ വീട്ടിൽ കൊണ്ട് വെച്ചു. അല്ലെ ഞാൻ ഷാപ്പിൽ കൊണ്ടു കൊടുക്കും. സാറ് വന്നാട്ടെ. എവിടെ? ഷാപ്പിലേക്കോ? അല്ല, വീട്ടിലേക്ക്. ഇതാ വീട്. അതാരാടാ? ദാമോട്ടന്റെ മോള്. ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നില്ലേ? എന്ത് കുഴപ്പം? കാലെന്തോ ഒടിഞ്ഞിട്ട് ഏതോ ബസ് ഇടിച്ച് കുറച്ച് ദിവസം ആശുപത്രിയിലായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നടക്കാനൊക്കെ പറ്റുമോ? ആ, നടക്കാം. എന്തേ? ഒന്നുമില്ല. അതെ, രാത്രിയില് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിലൊരു യുവാവ് കടന്നു ചെല്ലുന്ന ശരിയാണോ? അത് ശരിയല്ല. നിനക്ക് അറിയാല്ലേ? നീ പോയിട്ട് ആ തുണി ഇങ്ങ് വാങ്ങിച്ചോണ്ടോ. ചെല്ല്. പിന്നെ ഞാൻ ഇവിടെ നിപ്പുണ്ടെന്ന് പറയണ്ട. ശരി. ചേടാ, ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയേട്ടത്തി. രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും. ടയറ് പഞ്ചറായി. ഇവിടെ അടുത്ത് വെച്ചായതുകൊണ്ട് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ തോന്നി. കൂട്ടാനൊന്നും ഇല്ലല്ലോ മുരളി. കൂട്ടാനൊന്നും വേണ്ട, മോരും ചോറും ഉണ്ടല്ലോ. പെട്ടെന്ന് വേണം വലിയേട്ടത്തി. അയ്യോ, എന്താ കുട്ടി ഇത്? കുട്ടി കാല് തീരെ വയ്യാതെ ഇത്രയും ദൂരം വരണമായിരുന്നോ? അമ്പലക്കടവിൽ നിന്നാ പോരായിരുന്നോ? എത്ര നേരം നിന്നു? ബസ് കാണാതായപ്പോ ഞാനിങ്ങ് പുറപ്പെട്ടു. ഒരു കണക്കിന് വന്നത് ഏതായാലും നന്നായി. എന്തിനും ഏതിനും ഒരു അവസാനം വേണമല്ലോ. ഒരു ഭാഗത്തോട്ടിരിക്കാം. എനിക്ക് വേഗം പോണം. വരൂന്നേ. കേസ് ഞാൻ അവസാനിപ്പിച്ചു തരാം. ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ. എന്നുവെച്ചാ? എന്ന് വെച്ചാല് തുണിക്കട, ബന്ധുവിന്റെ കല്യാണത്തിന് 2 പവൻ,
അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക്. വരൂ അകത്തോട്ടിക്ക, ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വന്നോളാം. തട്ടി വീഴല്ലേ. ആ ഇരിക്കണം, ഇരിക്കൂ. എനിക്ക് വേഗം പോകേണ്ടതാ. ആയിക്കോട്ടെ. ഈ ക്രച്ചസിന് എന്ത് ചെലവായി? എന്തേ? അല്ല, ഇതില്ലായിരുന്നെങ്കിലേ കുട്ടിയാകെ കഷ്ടപ്പെട്ടു പോയേനെ, നടക്കാൻ പറ്റാണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. നോക്കട്ടെ. ആ നോക്കട്ടെ എന്ന്. ഓഹോ, ഇത് വെറും കമ്പാണല്ലേ, വലിയ ചെലവൊന്നും ആയിട്ടില്ല. നേര് പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ഞാൻ വിഷമിക്കാത്ത ദിവസങ്ങളില്ല. ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ കാല് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോകുമെന്നാണ്. അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി. ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ചു കളയണമെന്നാണ്. എന്നിട്ടൊരു ഒന്നാം തരം രാജസ്ഥാൻ കാല് പിടിപ്പിക്കാമത്രേ. രാജസ്ഥാൻ കാലോ? അതെ, രാജസ്ഥാൻ കാല്. രാജസ്ഥാനിലെ ജയ്പൂർ കാല്. നല്ല ഒറിജിനൽ കാലാണെന്നേ തോന്നൂ. നടക്കാനാണെങ്കിൽ ഈ കാലിനെക്കാട്ടിലും നല്ല സുഖമാണ്. എത്ര ലക്ഷം രൂപ ചെലവായാലും വേണ്ടില്ല, ഈ കാല് മുറിച്ചു മാറ്റാൻ ഞാനൊരു ഡോക്ടറെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ കാല് തൊടാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിക്ക് കാല് ശരിയാവണ്ടേ? വേണ്ടെന്ന് ആര് പറഞ്ഞു? ഏതെങ്കിലും നാട്ടുവൈദ്യന്മാരടുത്തുനിന്ന് കഷായം കുടിച്ചു നോക്കാം. നിങ്ങൾ രൂപ തന്നോണ്ടിരുന്നാ മതി. ഇനി അങ്ങനെ രൂപ തന്നോണ്ടിരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ ഈ കാല് കീറി മുറിച്ച് വെട്ടി മാറ്റി പറിച്ച് ദൂരെ കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാല് വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം. ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടർ അടുത്ത് പോവാം. വേണ്ട, ഇപ്പൊ വേണ്ട. അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത്? ഏതായാലും ഡോക്ടർ അടുത്ത് പോലെ ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ടുണ്ട്. അയ്യോ എന്താ? അയ്യോ, ഞാൻ ക്രച്ചസ്. ഇത് ഇതുവരെ ശരിയായില്ല എന്റെ ഹംസേ. സ്റ്റെപ്പിനി ലെയറിലായിരുന്നു, ഞാൻ ഫോട്ടോ എടുത്ത് പോയി കാറ്റടിപ്പിച്ചോണ്ടെന്നാ. നീ വന്നേ, നീ സൈക്കിൾ കൊണ്ട് കൊടുത്തേ. തേർഡ് ഗിയർ വല്ലാതെ സ്ലിപ്പാകുന്നുണ്ടല്ലോ മുതലാളി. ഷർട്ടിന്റെ ഗിയർ ചേഞ്ചിന്റെ ഒച്ച 1 കിലോമീറ്റർ ദൂരെ കേൾക്കും. ഹാൻഡ് ബ്രേക്ക് നോക്കി, ഇറിപ്പില്ല. ഇതൊക്കെ നോക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ബാക്കിലൊരു സീറ്റ് നാശകൂടാലി ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റാൻ പോരാ. നമുക്കത് മാറ്റണ്ട. പുത്തൻ സീറ്റ് ഒരെണ്ണം എന്റെ കയ്യിലുണ്ട്. സെക്കൻഡ് ഹാൻഡിന്റെ വില തന്നാ മതി. രാത്രി അമ്പലക്കടവിലെത്തിക്കാം, പണിക്കാരെയും കൊണ്ടുവരാം. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. മതി 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 മതി. അപ്പൊ എന്റെ അഡ്രസ് തരട്ടെ? വേണ്ട, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അത് നമ്മൾ ഒഴിവാക്കാനുള്ള പരിപാടിയാണല്ലോ മുതലാളി. ഒരു സഹകരണം കാണിക്കും. ഇയാൾക്ക് വേറെ ഒരു ജോലിയില്ലേ? ഇവിടെ ട്രിപ്പ് തുടങ്ങി മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഓരോ തമാശകള്. തമാശയല്ല, അപ്പൊ പണിയെടുപ്പിച്ചില്ലെങ്കിൽ ട്രിപ്പ് മാത്രമല്ല ഓട്ടം. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല, ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട. അതെ, പ്രഭാകരൻ സാർ വിളിക്കണു. ഏത് പ്രഭാകരൻ? ഏത് KBTU? പ്രഭാകരൻ സാറ്. അയാൾക്ക് എന്താ വേണം? എനിക്കൊന്നും അറിയില്ല. എവിടെയാണ്? ദേ നിക്കണു. എന്റെ ഹംസ ഒന്ന് എളുപ്പം തീർക്ക് ഹംസേ. എന്റെ ഹംസ ഒന്ന് വേഗം. ഹലോ ഹലോ ഹലോ, ഒന്ന് മാറിയുന്നേ. അതിന്റെ മോളിൽ കയറി ഡാൻസ് കളിക്കണ്ട. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ. എന്താ താൻ തന്നെത്താനങ്ങ് വേഷം കിട്ടി അല്ലേ? ഇനിയിപ്പോ ഡ്രൈവറെയും ക്ലീനറേയും കൂടെ ഒഴിവാക്കിയിട്ട് ഒക്കെ വീട്ടുകാരെ കൊണ്ട് ജയിക്കാമെന്നായിരിക്കും. അതെ, എന്റെ ഇഷ്ടാ. അങ്ങനെ പാടില്ലാന്ന് ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ ബസ്സിൽ ആര് പണിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത്തരം തീരുമാനങ്ങളാണ് കുഴപ്പം, പ്രത്യേകിച്ചും കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക്. കംപ്ലൈന്റ്? അതെ, ആദ്യത്തെ ആളെ പിരിച്ചുവിട്ടല്ലേ നിങ്ങൾ കണ്ടക്ടറായത്? ആദ്യത്തെ ആള് എവിടെ? അവൻ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ. അയാളുടെ വീട്ടിൽ കയറി അയാളുടെ പ്രായമായ അച്ഛനെ അമ്മയും താൻ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞു, അതിനെന്താ പ്രശ്നം? ഒരു തവണ ഞാൻ താക്കി തന്നതാണ്. വത്സനെ ഒഴിവാക്കാൻ വേണ്ടി താൻ മനഃപൂർവ്വം കള്ളക്കഥ പറഞ്ഞുണ്ടാക്കി. കള്ളക്കഥയൊന്നുമല്ല, അവൻ കാരണമാ ഞാൻ ഇന്ന് കടക്കാരനായത്, അറിയോ? ഒരു കാര്യം ഞാൻ പറയാം, ജോലിയിൽ നിന്ന് ഇറക്കി വിട്ടതല്ല, അവൻ കട്ടോണ്ട് ഇറങ്ങി പോയതാ. എന്റെ മുമ്പിൽ വന്ന് എന്റെ മുഖത്ത് നോക്കി പറയട്ടെ കട്ടിട്ടില്ലെന്ന്. ഇതുപോലെ പല മുതലാളിമാരുടെയും പല അഭിനയവും കണ്ടിട്ടുള്ളവനാ ഞാൻ. ശരി, ഇയാൾക്കിപ്പൊ എന്തോ വേണം? പിരിച്ചുവിട്ട അന്ന് മുതലുള്ള ശമ്പളം തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ കോമ്പൻസേഷൻ. മണ്ണാൻ കട്ട ഞാൻ കൊടുക്കാം. അതിനു മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. ഒരു വക്കാലത്തുകാരൻ വന്നിരിക്കുന്നു. സാർ സാർ സാർ, അപ്പൊ സീറ്റിന്റെ കാര്യം? എന്റെ ആശാന, ഇയാളൊന്ന് പോയേ. സീറ്റിന്റെ
നാളെ കാലത്ത് വൈകരുത് കേട്ടോ. എന്താ ഞാൻ വന്നിട്ട് വേണം തന്നെ കുളിപ്പിക്കാൻ? ഡോ ഹംസേ, ആ അവന്റെ കർണക്കുറ്റി നോക്കി ഒരു ഒറ്റ പൊട്ടീര് കൊടുക്കാൻ തോന്നി എനിക്ക്. ആരെ? ആ നേതാവിന്റെ. അവൻ ആ കള്ളനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. എന്റെ സമയം അല്പം മോശ, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്താപ്പാ അത്? എന്തോ എന്താണെന്ന് അറിഞ്ഞില്ല. ഒന്ന് പോയി നോക്കാം. അയ്യോ അച്ഛാ, വെള്ളം ഒടിച്ചോണ്ട് ആരെങ്കിലും കെട്ടിച്ചാടും. പിന്നെ വെള്ളം അടിച്ചോണ്ട് വെള്ളത്തിൽ ചാടാ, പിന്നെ എവിടെ ചാടാനാടൂ? അല്ല നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് അങ്ങ് അകത്തോട്ട് എന്താ എന്തുപറ്റി? എന്താ കുഴപ്പമൊന്നുമില്ല, ഇതിയാക്കടെ സ്ഥിരം പതിവാ. കുടിച്ചിലേക്ക് ഇട്ട് വീട്ടിൽ വരിക, എന്നിട്ട് വഴക്കുണ്ടാക്കുക, പിന്നെ കിണറ്റിൽ ചാടുക. ഇത് ഇയാക്കടെ സ്ഥിരം തൊഴിലാ. സീരിയസ് ആണെങ്കിലേ നമുക്ക് ബസ് എടുക്കാം, ആശുപത്രി ഉടനെ കൊണ്ടുപോകാം. പോടാ പട്ടി, ആരടാ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ? ചേട്ടാ ഇനി ചാടിയ ഞങ്ങൾ ആരും വരില്ല. നിന്നെ ഇവിടെ ആരും ക്ഷണിച്ചില്ലല്ലോ, ഒരു ഇടി വെച്ച് കഴിഞ്ഞ. ഇടിക്കും. ഇന്ന് ആരും വന്നില്ലെങ്കിൽ കാണായിരുന്നു. എനിക്കും വയ്യ, അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നിന്നെ കൊണ്ട് ഞാനും തോറ്റടി. ഈ നാട്ടില് ചാരായ ഷാപ്പ് തുറന്നു വെച്ചിരിക്കുന്ന ജനങ്ങൾക്ക് കുടിക്കാൻ. കുടിക്കണ തെറ്റാണെന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ നീ ആരടി? ദാഹം തീർക്കാനായിരിക്കും ചേട്ടൻ കിണറ്റിൽ ചാടിയത്. അതെ അതെ, ഷാപ്പിൽ തണ്ണേടി കിണറ്റി വെള്ളമടി. ഒച്ച വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. മോളെ, ഇയാളെ അകത്ത് കൊണ്ടുപോയിട്ട് വാഹനം അടക്കേ. മനുഷ്യർക്ക് ഇവിടെ സ്വയമായിട്ട് ജീവിക്കണം. അതെ ചേട്ടാ, എണീറ്റാട്ടാ. നാടകം കണ്ടു കഴിഞ്ഞില്ലേ, ഇനി പൊയ്ക്കൂടെ? മുരളി നമുക്ക് പോവാം. വരൂ അച്ഛാ, എനിക്ക് അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. കഴിഞ്ഞതൊക്കെ ഞാനൊരു തമാശയായിട്ടേ കരുതിയിട്ടുള്ളൂ കേട്ടോ. അച്ഛന് മരുന്നോ മറ്റോ വേണമെങ്കിൽ കുട്ടിക്ക് ഞാനൊരു പാസ് ഒപ്പിട്ട് തരട്ടെ? എനിക്കൊന്നും വേണ്ട. എന്താ? നേര് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. ഏയ് അതൊന്നും സാരമില്ല. കേസിന് പോയാൽ ആളുകൾ പറഞ്ഞു കുറെ രൂപ കിട്ടുമെന്ന്. എത്ര രൂപ വേണേലും തരാമെന്ന് നിങ്ങളും പറഞ്ഞു. നിങ്ങൾ വാക്ക് പാലിക്കാതിരുന്നപ്പോ എനിക്ക് നിങ്ങളെ ഒന്ന് പറ്റിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അയ്യോ കുട്ടി, ഞാനത് മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ അവസ്ഥ ദിവസവും ദിവസവും മോശമായി വരികയാണ്. ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ എത്ര രൂപ ചെലവാക്കിയെന്നറിയാം. അതൊക്കെ പോട്ടെ, കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്നോട് ചോദിക്കണ്ട, ഞാൻ തന്നോളാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. അല്ല, ഞാൻ തരും. ബീഫ് കഴിക്കണമെങ്കിലേ കൊളംബോ ഹോട്ടലിൽ നിന്ന് കഴിക്കണം. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല ബീഫ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ ഡ്രൈവർമാര് മുഴുവനും സിനിമാ ക്യാബിന്ന് ഊണ് കഴിക്കുള്ളൂ. അവിടെ 2 or 3 പ്രാവശ്യം മതിയാവണോളം ചോറ് തരും. അതന്നെ വന്നല്ലോ. നാരായണേട്ടന്റെ കാല് പിടിച്ച് ഞാൻ വീണ്ടും ഹോട്ടലിൽ കയറി. മുരളേട്ടാ, ഈ എച്ചിലെല്ലാം എടുത്തെടുത്ത് എന്റെ ജീവിതം നശിച്ചു പോകത്തേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ പാപ്പ? ഹംസ ഇറങ്ങിയാ നിന്നെ കേറ്റാന്നല്ലേ പറഞ്ഞത്? കളക്ഷനൊക്കെ ആകെ മോശം, അതിന്റെ ബേജാറിലാ ഞാൻ. മുരളി, ഞാൻ കണ്ട കാര്യം പറയാണ്, കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. നമ്മളെ കണ്ടക്ടർ വത്സനല്ലേ, ആ കടന്റെ മുമ്പിലൊക്കെ ഉണ്ട്. എവിടെ? ആ കടന്റെ. മുരളി, അല്ലെങ്കിൽ തന്നെ നമ്മളെ സമയം മോശമാണ് ഇപ്പോ. മാറ് മുരളി. പട്ടി, നിന്നെ ഞാൻ എടാ, എന്നെ പെരുമഴ മുതലാളി, മുതലാളി ഇറങ്ങി വന്നിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഡോ, തനിക്ക് കാത് കേട്ടൂടെ? ഓ, എന്നോടായിരുന്നോ? അയ്യോ, ഞാൻ മുതലാളിയൊന്നും അല്ല. സാർമാർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? യൂണിയൻ യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്.
എടുത്തോളൂ. അത് നടപ്പാക്കുന്നതിന് മുമ്പ് തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഒരവസരം ഞങ്ങൾ തരാം. ഒന്നുമില്ല, താങ്കളുടെ യൂണിയൻ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട. തീരുമാനം നടപ്പിലായാൽ താൻ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കും. എന്നാലും സാരമില്ല, യൂണിയൻ ജയിക്കട്ടെ. സത്യാവസ്ഥ ഞാനൊരിക്കൽ വിശദീകരിച്ചതാണ്. ഉത്തരവാദിത്തമുള്ള ഒരു യൂണിയൻ ആയിരുന്നെങ്കിൽ ആ കള്ളൻ കട്ടുകൊണ്ടുപോയ എന്റെ കാശ് തിരികെ വാങ്ങിച്ചു തരണമായിരുന്നു. ഒരു കള്ളം 100 തവണ ആവർത്തിച്ച് സത്യമാക്കി മാറ്റാന്ന് വിചാരിക്കണ്ട. ആരോപണം മത്സരം നിഷേധിച്ചതാണ്. യൂണിയനോടുള്ള പക തീർക്കാൻ താൻ അവനെ റോഡിലിട്ട് തല്ലി. ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് കരുതുന്നുണ്ടോ? സുഹൃത്തെ, ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. നിന്റെ കുളിരുമാറ്റേണ്ട എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാവടാ. ദേ സൂക്ഷിച്ച് സംസാരിക്കണം. എടാ പോടാന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ, സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാൽ മതി. നിന്റെ നാശം അടുത്തിരിക്കാണെന്ന് കരുതിക്കോ. എടാ ചോട്ടാ നേതാവേ, മൂർഖം പടമെടുക്കുന്ന കണ്ടാ മനസ്സിലാവും. ഞാഞ്ഞൂല അതിനെ ശ്രമിച്ചാലേ കാണാൻ മഹാവൃത്തിയോടായിരിക്കും. അവസാനമായിട്ട് പറയുക, യൂണിയനോടും വത്സനോടും മാപ്പി ചോദിക്കുക. വത്സനെ ജോലി തിരിച്ചെടുക്കുക. തനിക്ക് നാണമില്ലേ ഇത് പറയാൻ? ഒരു കള്ളനെ രക്ഷിക്കാൻ നടക്കുന്ന തന്റെ തല്ലിപ്പൊളി യൂണിയനോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും. ഓഹോ, അപ്പൊ പിന്നെ രക്ഷയില്ല. നമുക്ക് തെരുവ് വെച്ച് കാണാം. കാണാം, എവിടെ വെച്ച് വേണേലും കാണാം. ഇപ്പൊ കാണണോ? കാണാം.